നമ്മുടെ സംസ്ഥാനത്ത് നമുക്കറിയാം ഭൂരിപക്ഷം ആളുകളും അവരുടെ പ്രധാനപ്പെട്ട ആഹാരമായി അരിയാണ് അഭയം പ്രാപിക്കുന്നത്. PDS വഴി വിതരണം ചെയ്യുന്ന അരി ഫോർട്ടിഫൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സംസ്ഥാനത്തെ ഈ പോഷകാഹാരക്കുറവിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്നാണ് ഗവൺമെൻറ് കണ്ടത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല വാർത്തയിലേക്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ക്ഷണിക്കുന്നത്. നല്ല വാർത്ത എന്ന് പറയുമ്പോൾ ആരോഗ്യകരമായിട്ടുള്ള വാർത്ത. നമ്മുടെ കേന്ദ്ര സർക്കാർ ഫോർട്ടിഫൈഡ് അരി റേഷൻ കട വഴി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ ഫെബ്രുവരി മാസം. അപ്പൊ എന്താണ് ഫോർട്ടിഫൈഡ് അരി, എന്തിനാണ് നമുക്ക് സർക്കാർ ഈ ഒരു അരി നൽകുന്നത്, എന്തിനാണ് നമ്മളെ കൊണ്ട് ഈ ഒരു അരി കഴിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് വിശദമാക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്, മുഴുവനായിട്ടും കാണണം. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളോട് ചെറിയ കാര്യം, കൂടുതൽ റേഷൻ സംബന്ധമായിട്ടുള്ളതും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫർമേറ്റീവായ വിവരങ്ങളും ലഭിക്കാൻ മുനീർ ഹിസ്റ്ററി വ്ളോഗ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. ഇവയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ രാജ്യത്ത് ധാന്യങ്ങൾ പ്രധാന ആഹാരമായി ഉപയോഗിക്കുന്ന ആളുകളിൽ നിരവധി പോഷകാഹാരങ്ങളുടെ കുറവുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഫോർട്ടിഫൈഡ് അരി വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളിൽ അയൺ, വിറ്റമിൻ B12 ഈ പോഷകങ്ങളുടെയൊക്കെ കുറവ് ധാരാളമായി ഉണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് PDS മുഖേന, അതായത് റേഷൻ കട മുഖേന ഈ ഒരു ഫോർട്ടിഫൈഡ് ചെയ്ത അരി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ആദ്യം ഈ ഫോർട്ടിഫൈഡ് അരി എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാക്കാം. ഈ അരി എന്ന് പറയുന്നത് ഒരു നമ്മുടെ പച്ചരി രൂപത്തിലുള്ള ഒരു വെള്ള നിറത്തിലുള്ള അരി ആയിരിക്കും. ഈ ഒരു അരി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഫോർട്ടിഫൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണ അരി പൊടിച്ച് ആ അരിപ്പൊടിയിൽ അയൺ, വിറ്റമിൻ B12 എന്നീ പോഷകങ്ങൾ ചേർത്ത് പിന്നീട് ആ ഒരു അരിപ്പൊടി അരിമണി രൂപത്തിലാക്കി എടുക്കുന്നു. സാധാരണ നമ്മൾ കഴിക്കുന്ന അരിയുടെ അതേ രൂപത്തിലും വലുപ്പത്തിലുമുള്ള ഒരു അരിയാക്കി എടുക്കുന്നു. നിറം മാത്രം നമ്മുടെ പച്ചരി രൂപത്തിലായിരിക്കും. ആ അരി ഈ നമ്മുടെ സാധാരണ റേഷൻ കട വഴി ലഭിക്കുന്ന അരിയിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 100 കിലോ അരിയിലേക്ക് 1 കിലോ അരി മിക്സ് ചെയ്യും. അങ്ങനെയാണ് നമുക്കിത് വിതരണം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പാചകം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ അരി പച്ചരിയാണ് എന്ന് കളഞ്ഞിട്ട് എടുത്തു കളയാൻ പാടില്ല. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു അരിയാണ്, പോഷക മൂല്യമുള്ള അരിയാണ്. അത് മനസ്സിലാക്കുക. അത് ഒരിക്കലും നഷ്ടപ്പെടരുത്, നഷ്ടപ്പെടാതിരിക്കണം. അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യുക. ഈ ഒരു പോഷകങ്ങൾ നമുക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഈ ഒരു അരി പാചകം ചെയ്യേണ്ടത്. അപ്പോൾ സംസ്ഥാനത്ത് ഫെബ്രുവരി മാസം ആദ്യം തന്നെ ഇപ്പോൾ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിലെ എല്ലാ AAYPHH, അതായത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഇത് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഇതിനുശേഷം സ്കൂളുകൾ വഴിയുള്ള അരി വിതരണം ഉണ്ടാകും. ആ അരിയിലും ഫോർട്ടിഫൈഡ് ചെയ്ത അരിയാണ് വിതരണം ചെയ്യുക. രണ്ടാമത്തെ ഘട്ടമായി സ്കൂളുകൾ വഴിയാണ് ഈ ഒരു അരി വിതരണം ചെയ്യുക. മൂന്നാമത്തെ ഘട്ടമായി വയനാട് ജില്ലയിലെ എല്ലാ റേഷൻ കടകൾ വഴിയും AAYPHH കാർഡുകൾക്കാണ് ആദ്യം വിതരണം ചെയ്യുക. പിന്നീട് എല്ലാ ജില്ലകളിലേക്കും കേരളത്തിൽ വ്യാപിപ്പിക്കും. അതിനുശേഷം ആയിരിക്കും മറ്റുള്ള കാർഡുള്ള ആളുകൾക്കും ഈ ഒരു അരി വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ ഇത് വിതരണം ചെയ്യാൻ തീരുമാനമായിട്ടുള്ളത് AAY മഞ്ഞ റേഷൻ കാർഡിനും PHH പിങ്ക് റേഷൻ കാർഡിനുമാണ്. നമ്മുടെ ആരോഗ്യകരമായ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു മാറ്റം സർക്കാരുകൾ കൊണ്ടുവരികയാണ്. അപ്പം അതിനോട് നമ്മൾ സഹകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു അരി നമുക്ക് വിതരണം ചെയ്ത് തുടങ്ങുന്നു. ഈ ഒരു ഫോർട്ടിഫൈഡ് അരി വിതരണം ചെയ്ത് തുടങ്ങുന്നതിന്റെ ഒരു ഉദ്ദേശം ഇങ്ങനെയൊക്കെയാണ്.
അപ്പം നമ്മുടെ പൂർണ്ണ സഹകരണം അതിന് വേണം. അപ്പം ഈ ഒരു വിവരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഒരു അരിയെ കുറിച്ചിട്ട് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ.